നിപ ഫലം മറച്ചുവെച്ചെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തള്ളി ഡോക്ടർ റീന കെ.ജെ. ഫലം അറിഞ്ഞ ഉടൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ പ്രതികരണം. ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ നൽകില്ലെന്ന് കത്ത് നൽകിയിട്ടില്ല എന്നും റീന പറയുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആസ്ഥാനത്ത് ഇന്നും കസേര കളി തുടർന്നു. പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ DHS എത്തിയില്ല. DHS സ്ഥാനത്തിരുന്ന് തുരപ്പൻ പടി കാണിച്ചതുകൊണ്ടാണ് ഡോക്ടർ റീനയെ മാറ്റിയതെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. നിപ പൂനെ ഫലം അറിഞ്ഞിട്ടും DHS പറഞ്ഞില്ല. ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ നൽകുന്നതിൽ സർക്കാരിനോട് ആലോചിക്കാതെ ദേവസ്വം കമ്മീഷണർക്ക് കത്ത് നൽകി. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം റീന നിഷേധിച്ചു. കോടതി വിധി അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. കോടതി പറയുന്നത് വരെയും, അതായത് ഹൈക്കോടതി എന്നോട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് തീർച്ചയായും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും പൂനെയിൽ നിന്നുള്ള നിപ ഫലം കിട്ടിയിരുന്നു. അത് മന്ത്രിയോട് പറയാതിരുന്ന DMEക്കും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റീന പറയുന്നത്. 10-15ഓടെ ഡോക്ടർ റീന DHS ഓഫീസിലെത്തി. അതിനു മുന്നേ DHS ചുമതലയുള്ള ഡോക്ടർ മീനാക്ഷി കസേരയിലുണ്ടായിരുന്നു. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആരോഗ്യമന്ത്രിയും ആവർത്തിച്ചു. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയതിനു ശേഷം നടപടി ചെയ്യും. റീനയുടെ സ്ഥലംമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട്. നിയമോപദേശം തേടാനും തീരുമാനിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ ആദ്യ സമ്പൂർണ്ണ യോഗമായിരുന്നു ഇന്ന്. കസേരകളിക്കിടെ DHS യോഗത്തിനെത്തിയില്ല. പകർച്ചപ്പനി സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പിൽ ലോങ് ലീവിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഡോക്ടർ മീനാക്ഷി മെഡിക്കൽ ഓഫീസർമാർക്ക് ഇന്നലെ സർക്കുലർ അയച്ചു. DHS ചുമതലയിൽ ഡോക്ടർ മീനാക്ഷിയുടെ ആദ്യ സർക്കുലറാണ് ഇത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.